നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് ചെയിൻ റൂൾ ഫോർ ദ ഡിഫറൻഷിയേഷൻ ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഏതാനും ചില റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ഉണ്ട്. നമ്മൾ സാധാരണ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കേസിൽ കണ്ടതുപോലെയുള്ള ചില റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ്റെ ചില റൂളുകൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ റൂൾസ്. അപ്പോൾ നമുക്കിതിൽ കാര്യമായിട്ടുള്ളത് 4 റൂളുകളാണ്. അപ്പോൾ റൂൾ 1. അപ്പോൾ റൂൾ 1ലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ത്രൂ ഔട്ട് ഈ റൂൾസിനകത്ത് നമ്മൾ R1, R2 വിൽ ബി കൺസിഡേർഡ് ആസ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ്. അപ്പോൾ R1ഉം R2ഉം 2 വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, R1 എന്തുണ്ടാവാം? കമ്പോണൻസ് ഉണ്ടാവാം. R2 എന്തുണ്ടാവാം? കമ്പോണൻസ് ഉണ്ടാവാം. ത്രൂ ഔട്ട് ദ തിയറി ഈ റൂൾസിനകത്ത് യു ഓഫ് ടി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സാധാരണ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അസംഷൻസ്? R1ഉം R2ഉം 2 വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഇതുവരെ കണ്ട കോമ്പോണൻസ് ഒക്കെ ഉള്ള ഫംഗ്ഷൻസ്. യു ഓഫ് ടി അല്ലെങ്കിൽ യു എന്ന് പറയുന്നത് എന്താ? ഒരു സാധാരണ ഫംഗ്ഷൻ, ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റൂൾ ഇതാണ്: d/dt ഓഫ് R1 of t plus R2 of t is equal to dR1 by dt plus dR2 by dt. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ സം റൂൾ എന്നോ അല്ലെങ്കിൽ റൂൾ ഓഫ് അഡീഷൻ എന്നൊക്കെ വിളിക്കാം. ഇത് ഇത്രേ പറയുന്നുള്ളൂ: the derivative of a sum of 2 vector valued functions is nothing but the sum of individual derivatives of each vector valued function. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് R1നും R2നെ പറഞ്ഞുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണത്തിൽ വേണേലും എക്സ്റ്റെൻഡ് ചെയ്യാം. സേ d/dt ഓഫ് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര പ്ലസ് Rn is equal to the sum of individual derivatives of each function. Right. So now to the second rule. Second rule is about product. വെറുതെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊക്കെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഈ വെക്റ്ററിന്റെ കേസിൽ നമുക്ക് വെറുതെ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് വേണം. ഓക്കെ, ഇങ്ങനെ 3 തരത്തിലാണ് വെക്റ്ററിന്റെ കേസിൽ നമ്മൾ പ്രൊഡക്റ്റ് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി മൾട്ടിപ്ലൈ അവർ വെക്റ്റർ ഫംഗ്ഷൻ വിത്ത് എ സ്കേലാർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഒരു വെക്റ്റർ ഫംഗ്ഷൻ ചൂസ് ചെയ്യാം. ഈ യു എന്ന് പറയുന്ന സ്കേലാർ ഫംഗ്ഷനെ ചൂസ് ചെയ്യാം. സോ d/dt ഓഫ് u of t into R1 of t. നോക്കൂ, ഇതൊരു സ്കേലാർ ഫംഗ്ഷൻ ആണെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല. ടി മാറുന്നതിനനുസരിച്ച് അതും മാറും. സോ അതിനെ നമ്മളൊരു ഫംഗ്ഷനായി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ ഇവിടെ ഉപയോഗിക്കാം. വിച്ച് വിൽ ബി u of t ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ R1 dash of t. ഞാൻ d/dt ഓഫ് R1 എഴുതുന്നില്ല, R1 dash of t ഫോർ ദ സേക്ക് ഓഫ് easiest notation, plus R1 of t into u dash of t. So ഇവിടെ നമുക്കുള്ളത് a vector function is multiplied with a scalar function. അങ്ങനെയാണെങ്കിൽ we consider both to be functions of t and use product rule of differentiation. ഇനി ഇത് തന്നെ 2 വെക്റ്റർ ഫംഗ്ഷന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ത് കിട്ടും? ഇത് തന്നെയാണ് അവിടെയും റൂള്, പ്രൊഡക്റ്റ് റൂള്. d/dt ഓഫ് 2 വെക്റ്റർ ഫംഗ്ഷന്റെ ഡോട്ട് പ്രൊഡക്റ്റ് R1 of t dot R2 of t is equal to R1 of t into R2 dash of t plus R2 of t into R1 dash of t. സെയിം സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്കെലാർ ഫംഗ്ഷൻ വന്നാലും വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് വന്നാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഇനി ഇത് ക്ലിയർ ചെയ്യട്ടെ. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. d/dt ഓഫ് R1 of t ക്രോസ് R2 of t. R1ഉം R2ഉം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണല്ലോ. അപ്പോൾ R1 of tയും R2 of tയും എന്താണ്? വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് കാണാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അപ്പോൾ ഇതേ റൂള് തന്നെയാണ്, പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് തൽക്കാലം ഒന്ന് എഴുതി വെക്കാം. ആദ്യം R1 of t cross
R2 dash of t plus R1 dash of t cross R2 dash of t. ഓക്കെ, അതേ പ്രൊഡക്റ്റ് റൂൾ തന്നെ. പക്ഷേ ഈ ക്രോസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ, കമ്മ്യൂട്ടേറ്റീവാണ്. R1 ഡോട്ട് R2 എന്ന് പറയുന്നതും R2 ഡോട്ട് R1 എന്ന് പറയുന്നതും സെയിമാണ്. പക്ഷേ ഒരു ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഓർഡർ മാറിയാൽ മാറിയേക്കാം. സോ R1 ക്രോസ് R2 നീഡ് നോട്ട് ബി ഈക്വൽ ടു R2 ക്രോസ് R1. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓർഡർ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദിസ് ഓർഡർ. അപ്പോൾ സ്കേലാർ ഫംഗ്ഷനെ കൊണ്ട് വെക്ടർ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിലും രണ്ട് വെക്ടർ ഫംഗ്ഷനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന കേസിലൊക്കെ നമ്മൾ സാധാരണ പോലത്തെ പവർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ തന്നെ ഉപയോഗിക്കാം. ക്രോസ് പ്രൊഡക്റ്റ് വരുമ്പോഴും അതേ റൂൾ ഉപയോഗിക്കാം, പക്ഷേ കെയർഫുൾ അബൌട്ട് ദ ഓർഡർ കെയർഫുൾ ആവാൻ കാരണം ക്രോസ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ മാറിക്കഴിഞ്ഞാൽ വാല്യൂ മാറാം. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. റൈറ്റ്. അപ്പോൾ ഇതാണ് ഡിഫറൻസിയേഷൻ്റെ 4 പ്രധാനപ്പെട്ട റൂൾ. ഇത് 4ാമത്തെ റൂള്, 4 പ്രധാനപ്പെട്ട റൂളുകൾ. അപ്പോൾ ഇതോടുകൂടി ഡിഫറൻസിയേഷൻ്റെ തിയറി ഇവിടെ ഏകദേശം തീരുകയാണ്. പക്ഷേ ഇത് മറന്നു കളയാൻ പറ്റില്ല. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ അനാലിസിസിലും ഡിഫറൻസിയേഷൻ്റെ തിയറികൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിന് ശേഷം സംസാരിക്കാനുള്ളത് ഇൻ്റഗ്രൽസിനെ കുറിച്ചാണ്. നമ്മൾ വെക്റ്റർ ഫംഗ്ഷൻ്റെ കുറേ പ്രോപ്പർട്ടീസ് കണ്ടു, വെക്റ്റർ ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു, പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെക്റ്റർ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽസിനെ കുറിച്ച് നോക്കാം. Integrals of vector functions. അപ്പോൾ നമുക്കൊരു ജനറൽ വെക്റ്റർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. സപ്പോസ് ആർ ഓഫ് ടി ബി എ വെക്റ്റർ ഫംഗ്ഷൻ. അപ്പോൾ ആർ ഓഫ് ടിക്ക് എന്തുണ്ടാവും, കമ്പോണൻസ് ഉണ്ടാവും. സേ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി. വേർ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. എഫും ജിയും എച്ചും റിയൽ വാല്യൂഡ് മാത്രമല്ല ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസും കൂടെ ആണെങ്കിൽ, ഇഫ് ദേ ആർ നോട്ട് ജസ്റ്റ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്, ദേ ആർ ഇൻറ്റഗ്രബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്, നമ്മൾ എന്ത് ചെയ്യും, വി ക്യാൻ ഡിഫൈൻ ദ ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ. ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇതിന് ലിമിറ്റ് ഉണ്ടാവും. എ ടു ബി ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു integral a to b f of t dt, integral a to b g of t dt, integral a to b h of t dt. അല്ലെങ്കിൽ നമ്മുടെ ഐ ജെ കെ നൊട്ടേഷൻ ഉപയോഗിക്കാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ഐ പ്ലസ് ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് ടി ഡി ടി j plus integral a to b h of t dt. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഡിഫറൻഷിയേറ്റ് ചെയ്തത് കമ്പോണൻറ്റ് വൈസ് അല്ലേ, അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷനും പെർഫോം ചെയ്യാം. കമ്പോണൻറ്റ് വൈസ് ഇൻറ്റഗ്രേഷൻ പെർഫോം ചെയ്യാം. ഓരോ ഫംഗ്ഷനും ഇൻറ്റഗ്രബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഓരോ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൊത്തം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ കാണാൻ എന്ത് ചെയ്യുക, കമ്പോണൻറ്റ് വൈസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. റൈറ്റ്. ഡിഫറൻസിയേഷനെ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലും വരും കേട്ടോ. ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ തീരുമാനമൊന്നുമില്ല, ഇതുപോലെ തന്നെ വരിക, എവിടെയും ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, എല്ലായിടത്തും ലിമിറ്റ് പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. ഇൻറ്റഗ്രൽ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് ടി, ഇൻറ്റഗ്രൽ ജി ഓഫ് ടി, ഇൻറ്റഗ്രൽ എച്ച് ഓഫ് ടി. അപ്പോൾ ലിമിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Consider a vector valued function r of t equal to 6t square I plus 4 e raised to minus 2t j plus 8 cos 4t k. cos 4t k.
അപ്പോൾ നമുക്ക് 3 കമ്പോണൻസിൻ്റെ ഏതൊക്കെയാണ്? 6t², 4e⁻²t - 2t, 8 cos 4t. അപ്പോൾ ഫൈൻഡ് ഇൻ്റഗ്രൽ r of t dt. എങ്ങനെ കാണും? അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 6t² dt i പ്ലസ് ഇൻ്റഗ്രൽ 4e⁻²t dt j പ്ലസ് ഇൻ്റഗ്രൽ 8 cos 4t dt k. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഇൻ്റഗ്രൽ ആയിട്ട് കിട്ടുന്ന ഫൈനൽ ഫംഗ്ഷൻ്റെ കമ്പോണൻസ്. അപ്പോൾ ഇതേതൊക്കെയാണ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ 6t² എന്താ? 6 നമുക്ക് പുറത്തെടുത്ത് വെക്കാം. t² എന്തായിരിക്കും? t²ൻ്റെ ഇൻ്റഗ്രൽ എന്താ? t³ / 3 ഇൻറ്റു t³ / 3. പിന്നെ എന്തുണ്ടാവും? ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവും. ഇവിടെ 3 സ്ഥലത്ത് ഓരോന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു? C1 എന്ന് എടുക്കാം. ഇൻറ്റു i പ്ലസ് ഇൻ്റഗ്രൽ വേണ്ട, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 4 ഇൻറ്റു e⁻²t. അപ്പം എന്താ? e⁻x-ൻ്റെത് e⁻ax-ൻ്റെ എന്താ? e⁻ax/a എന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻²t / -2 പ്ലസ് c2j. മൂന്നാമത്തെ കമ്പോണൻ്റ് ഇൻ്റഗ്രൽ 8 ഇൻറ്റു cos 4t. cos ax-ൻ്റെ എന്താ? ഇൻ്റഗ്രൽ എന്താ? sin ax/a. അപ്പോൾ cos 4t-യുടെ എന്തായി പോയി? sin 4t/4 k. റൈറ്റ്, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഈ മോഡലും വായിക്കാമല്ലോ, നമുക്ക് ഇനി ഇത് ആവശ്യമില്ലല്ലോ. ദിസ് ഈക്വൽ ടു ഇവിടെ ഈ 6ഉം 3ഉം പോയി 2t³ പ്ലസ് c1i പ്ലസ് എനിക്കിവിടെ -2 എഴുതി കൂടെ. റൈറ്റ്, സോ ഈ മൈനസിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ മൈനസോടെ കയറുമല്ലോ. അപ്പോൾ സോ വി ക്യാൻ കൺസിഡർ ദിസ് ടു ബി എ മൈനസ് നെഗറ്റീവ്. സോ -2e⁻²t പ്ലസ് c2j പ്ലസ് 2 sin 4t k. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ഇൻ്റഗ്രൽ. നമ്മൾ എന്ത് ചെയ്തു? ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ആയിട്ട്, കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. റൈറ്റ്, ഒരു കാര്യം ഇവിടെ വിട്ടുപോയി. ഇവിടെ ഒരു കോൺസ്റ്റന്റ് c3 ഇല്ലേ? ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ തേർഡ് കമ്പോണൻറ്റിലും വരില്ലേ? സോ സിമിലർലി ഇവിടെ എന്തുണ്ടാവും? ഒരു പ്ലസ് c3 ഉണ്ടാവും. ഓക്കെ, കെയർഫുൾ. റൈറ്റ്, സോ ഇതാണ് ബേസിക്കലി ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ്. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഏത് ഫംഗ്ഷൻ വന്നാലും ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു പുതിയൊരു കൺസെപ്റ്റാണ്, ലെങ്ത് ഓഫ് എ സ്പേസ് കർവ്. നമ്മൾ കണ്ടു ഒരു 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 വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. സപ്പോസ് r of t is equal to f of t, g of t, h of t. Okay, suppose this function traces out a curve in the space. ഇതിൻ്റെ ഗ്രാഫ് എന്തായാലും ഒരു 3 dimensional സ്പേസിലല്ലേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ ഒരു കർവ് കിട്ടുമെന്ന് വിചാരിക്കാം. ഒരു കർവാണ് കിട്ടുക. അപ്പോൾ ആ കർവ് എന്ത് ഷേപ്പ് ആവാം കേട്ടോ. ഇങ്ങനൊരു ഷേപ്പ് ആവാം, ഇങ്ങനൊരു ഷേപ്പ് ആവാം, സർക്കിൾ ആവാം, എന്ത് ഷേപ്പിലും ആവാം കർവ്. വാട്ട് എവർ, ഇതിൻ്റെ ഗ്രാഫായിട്ട് കിട്ടുന്ന കർവ്. അപ്പോൾ ആ കർവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സി എന്നുള്ള പേരിട്ട് വിളിക്കുന്നു. ഓക്കെ, ഇനി ത്രൂ ഔട്ട് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുക ഈ പേരുകളായിരിക്കാം. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താ? r of t സ്പേസിൽ ട്രേസ് ചെയ്യുന്ന കർവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കർവ് ആണെന്നുണ്ടെങ്കിൽ ഈ ടി മാറുന്നതിനനുസരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. എല്ലാ കർവും ടെർമിനേറ്റ് ചെയ്തോണമെന്നില്ല. ഇൻഫിനിറ്റിസിമലി നീണ്ടു പോകുന്ന ഒരുപാട് ഇൻഫിനൈറ്റ് ലെങ്ത്തുള്ള കർവുകൾ ഉണ്ടാവാം. ഓക്കെ,
സോ ബേസിക്കലി ഇതാണ് ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെയോ ടെർമിനേറ്റ് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൈനൈറ്റ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള കേസ് ആണെങ്കിൽ. യെസ്, ലെങ്ത്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് ഈ കർവിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അസംഷൻസ് ഇത്രയാണ്. നമുക്കൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഉണ്ട്. ആ ആർ ഓഫ് ടി ട്രേസ് ചെയ്യുന്ന ഒരു കർവ് സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ലെങ്ത് ഓഫ് ദ കർവ് സി ട്രേസ്ഡ് ബൈ ആർ can be found out using the formula, s equal to integral a to b f dash of t whole square plus g dash of t whole square plus h dash of t whole square all raised to 1/2 അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ മൊത്തത്തിൽ എന്തെടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക. ഇന്റഗ്രൽ പുറത്താണ്, സ്ക്വയർ റൂട്ട് അകത്താണ്. അപ്പോൾ ദ ലെങ്ത് ഓഫ് ദ കർവ് ട്രേസ്ഡ് ബൈ ആർ ഓഫ് ടി ഓർ സി ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഇവിടെ ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് പ്രശ്നക്കാരാരാ, എയും ബിയും ആണ്. അപ്പോൾ എന്താ എയും ബിയും? എയും ബിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ കർവ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നമ്മൾ എടുക്കുന്നത് ആർ ഓഫ് എ എന്നും ഈ പോയിന്റിൽ നമ്മൾ എടുക്കുന്നത് ആർ ഓഫ് ബി എന്നുമാണ്. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന പോയിന്റ് ടി ഈക്വൽ ടു എ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, തുടക്കം കിട്ടണം. ടി ഈക്വൽ ടു ബി കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം, ഒടുക്കം കിട്ടണം. എന്ന് വെച്ചാൽ ഇവിടെ ഈ കർവിൽ ടി വേരി ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ എ ബി ആണ്. അത്രേ അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മൾ ആ ലിമിറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ലെങ്ത് കാണുന്നു. ഇത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇതൊക്കെ എക്സ്പ്ലിസിറ്റ്ലി മിക്കവാറും തരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ തന്നെ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റി എവിടെയെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റി നോക്കൂ. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇങ്ങനൊരു ഇക്വേഷൻ എഴുതി തരാം. ഇറ്റ്സ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. Integral a to b modulus of or norm of r dash of t. ഇതെങ്ങനെ എഴുതിയേ? എന്താ ആർ ഡാഷ് ഓഫ് ടി? ആർ ഓഫ് ടി, എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി അല്ലേ? അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എഫ് ഡാഷ് ഓഫ് ടി, ജി ഡാഷ് ഓഫ് ടി, എച്ച് ഡാഷ് ഓഫ് ടി. അതിൻ്റെ നോം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ. വെക്ടറിന്റെ മോഡുലസ് നമുക്ക് ഇങ്ങനെ കാണാമായിരുന്നു, ഇങ്ങനെ കാണാം. ഇൻഡിവിജ്വൽ കമ്പോണന്റിന്റെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുത്താൽ മതി. ഇറ്റ് വിൽ ഗീവ് യു ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ വെക്ടർ. അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക്, പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നോം കിട്ടും. റൈറ്റ്, ഡി ടി ഇവിടെ ഉണ്ട്. റൈറ്റ്, സോ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. So consider the circular helix. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള എക്സാമ്പിൾ ആണ്. R of t equal to 2 cos t I plus 2 sin t j plus t k. അപ്പോൾ ഇവിടെ ഏതൊക്കെയാ മൂന്ന് കമ്പോണൻസ്? ആദ്യത്തെ കമ്പോണന്റ് ഐയുടെ കമ്പോണന്റ് ഏതാ, 2 cos t, 2 sin t ആണ് അടുത്തത്, t ആണ് മൂന്നാമത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്കിതിൻ്റെ ലെങ്ത് കാണണം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു സർക്കുലർ ഹെലിക്സ് ആയിരുന്നു, ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നത്. ഇത് രണ്ട് വശത്തേക്ക് എന്തായി പോകുന്നുണ്ട്, ഇൻഫിനിറ്റിസിമലി നീണ്ടു പോകുന്നുണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്പെസിഫിക് ലെങ്ത് ഇതിനുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ലെങ്ത്തിനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി നമുക്ക് എഴുതാൻ പറ്റും. ലെങ്ത്തിനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം വരും. ആ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എസ് ഈക്വൽ ടു എന്നല്ല എഴുതിയത്. ഇനി വെറും എസ് അല്ല, എസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എസ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദ കർവ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ കർവ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി, എസ് ഓഫ് ടി ഈക്വൽ ടു നമുക്കൊരു തുടക്കം ഉണ്ടാവും, ഒരു തുടക്കം പോയിന്റ് ഉണ്ടാവും. എ എന്നെടുക്കാം. A to t norm of r dash of t. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതുന്നതാണ്. സത്യത്തിൽ എന്താണ്, റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ,
സോ ഇവിടെ ഇപ്പം എന്തായി, ഇതിന് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താ കിട്ടുക, ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ടാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് വശത്തേക്ക് ഇങ്ങനെ ഇൻഫിനിറ്റ്സിബിൾ ഇങ്ങോട്ട് നീണ്ടു പോകുന്ന, അല്ലെങ്കിൽ ഒരു വശത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ വശത്തേക്ക് നീണ്ടു പോകുന്ന ഒരു കർവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റിലും ഇവിടെ ഇപ്പം ടി ഈക്വൽ ടു T1 ആണെന്ന് വിചാരിക്കുക, ഇവിടെ ടി ഈക്വൽ ടു T2 ആണെന്ന് വിചാരിക്കുക, ഇവിടെ ടി ഈക്വൽ ടു T3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് S ഓഫ് T1. ഇവിടം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് S ഓഫ് T2. അതേ സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് S ഓഫ് T3. എന്ന് വെച്ച് കഴിഞ്ഞാൽ S of t gives the length of the curve from the starting point to the point where R of t. ഇതൊക്കെ R of t ആണല്ലോ ഈ പോയിന്റുകൾ. R of t ആണ് ഈ പോയിന്റുകൾ, കാരണം R എന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണല്ലോ ഈ വരക്കുന്നത്. അപ്പോൾ ഈ കർവിന്റെ തുടക്കം തൊട്ട് R of t വരെയുള്ള ലെങ്ത് തരുന്നതാണ് S of t എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഈ കേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ഫംഗ്ഷൻ, R of t equal to 2 cos ti plus 2 sin tj plus tk. അപ്പോൾ എന്താ R dash of t, നമുക്ക് ഇതേ ഫോർമുല തന്നെ ഉപയോഗിച്ച് നോക്കാം. R dash of t എന്താ, ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ -2 sin ti plus 2 cos tj plus k. ടിയുടെ ഡെറിവേറ്റീവ് എന്താ, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി R ഡാഷിൻ്റെ നോം കാണാം. എങ്ങനെയാണ് പറഞ്ഞത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോന്നിൻ്റെയും സ്ക്വയർ എടുക്കുക, ഹോൾ റൂട്ട് എടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് -2 sin t ഹോൾ സ്ക്വയർ പ്ലസ് 2 cos t ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ 1 ഇല്ലേ, 1 സ്ക്വയർ. ഇത് മായ്ക്കുന്നതാണ്. It's equal to root of എന്താ -2 sin t whole square 4 sin square t plus 4 cos square t plus 1. ഇതിനകത്ത് നീ 4ന് പുറത്തോട്ടെടുത്താൽ പിന്നെ എന്താ ഉണ്ടാവുക, sin square t plus cos square t. അത് എത്രയാ, 1 ആണ്. അപ്പോൾ 4 into sin square t plus cos square t എന്നുള്ളത് 4 എന്ന് എഴുതിയാൽ മതി. പിന്നെ അവിടെ +1 ഉണ്ടാവും, which means this is root 5. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ, നോം ഓഫ് R dash of t equal to root 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. S of t is equal to integral a to t. ഇവിടെ നോക്കൂ, നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു, R of t എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ഒന്നുകൂടെ നോക്കൂ. നമുക്ക് ഈ a ഒന്ന് എന്താണെന്ന് ആലോചിക്കട്ടെ. അതിന് വേണ്ടി R of t എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നുകൂടെ കൺസിഡർ ചെയ്യാം. R of t equal to 2 cos t plus 2 sin t, അവിടെ i j ഉണ്ട്, പ്ലസ് ടി കെ. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് t ഈക്വൽ ടു 0 തൊട്ടാണ്. മിക്കവാറും ക്വസ്റ്റ്യനിൽ ഇത് ഇങ്ങനെ തരും, ഇല്ലാന്നുണ്ടെങ്കിൽ t ഈക്വൽ ടു 0 ചൂസ് ചെയ്തോളുക. ഇതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ t ഈക്വൽ ടു 0 ചൂസ് ചെയ്യുമ്പോൾ ആണ് ഇതിനൊരു ഒരു ഒരു പ്ലെയിൻ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ച് സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഫോർ ഈസിനെസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, t ഈക്വൽ ടു 0 ചൂസ് ചെയ്യുന്നത്. എവിടെ മുതലാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അവിടെ മുതലുള്ള ലെങ്ത് ആണ് കിട്ടുക. ഓക്കെ, ഈ കേസിൽ പെർട്ടിക്കുലർ കേസ് നമ്മൾ t ഈക്വൽ ടു 0 ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോർമുല എഴുതി നോക്കാം. S of t ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t നോം ഓഫ് R dash of t dt. എന്താ, ഇൻ്റഗ്രൽ 0 to t നോം ഓഫ് R dash of t എന്താ, റൂട്ട് 5 ആണ്. റൂട്ട് 5 dt എന്ന് വെച്ചാൽ ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ഇവിടെ ഒരു ടി വന്നില്ലേ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു വേരിയബിൾ ഒന്ന് മാറ്റിക്കൊള്ളൂ, കൺഫ്യൂഷൻ ആവണ്ട. R dash of എനി നമ്പർ പി ഡി പി, ഇവിടെ ഡി പി ആയിക്കോളൂ. ഇതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, നമ്മൾ ഉള്ളിലെ വേരിയബിൾ മാറ്റുന്നതേ ഉള്ളൂ. രണ്ടും ടി തന്നെ വന്ന് കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ട് മാറ്റുന്നേ ഉള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 5 പി ഫ്രം 0 to t which is equal to root 5 t. Okay, so the arc length, the length of the curve traced out by the given vector function r of t is s of t which is equal to root 5 t. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്, നമ്മൾ കണ്ടുപിടിക്കാനുണ്ടായിരുന്ന ലെങ്ത് എന്ന് പറയുന്നത്. റൈറ്റ്,
അപ്പോൾ ലെങ്ത് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഫോർമുല എന്താ? ഇൻ്റഗ്രൽ ഈ കേസിൽ 0 ആണ്, മിക്കവാറും കേസിൽ 0 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതാണോ തുടക്കം പ്രത്യേകിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ തുടക്കം ഇൻ്റഗ്രൽ 0 to t നോം ഓഫ് r ഡാഷ് ഓഫ് ടി ഡി ടി, അല്ലെങ്കിൽ നമുക്കിവിടെ വേരിയബിൾ മാറ്റാം r ഡാഷ് ഓഫ് എ പി ഡി പി. അപ്പോൾ r ഡാഷ് എങ്ങനെ കാണും? ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് r ഡാഷ് കാണാം. ഓരോന്നിനെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തിട്ട് മൊത്തം റൂട്ട് എടുത്താൽ അതിൻ്റെ നോമും കിട്ടും. അപ്പോൾ ആ കിട്ടുന്നതിന് എന്ത് ചെയ്യാം? ഈ ഇൻ്റഗ്രലിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ലെങ്ത് ഓഫ് ദ കർവ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് ദ കർവ് അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്. ഇതെന്തിനാണ് കാണുന്നത്? എന്താ ഇതിൻ്റെ കാര്യമായ ഉപയോഗം? ഇങ്ങനെ ഒരു ലെങ്ത്തിൻ്റെ കർവ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എന്താ ഗുണം? നമുക്ക് നോക്കാം. അതിനാദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് പാരാമീറ്ററൈസേഷൻ. എന്താ പാരാമീറ്ററൈസേഷൻ? നോക്കൂ, ഇത്രയേ ഉള്ളൂ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതുന്നു. ആർ ഓഫ് ടി ഈക്വൽ ടു സേ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി, ഇങ്ങനെ 3-4 കമ്പോണൻസ് ഒക്കെ ഉള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ടീനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇവിടെ ടി അല്ലേ ഈ ഫംഗ്ഷനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ടി മാറുമ്പോഴല്ലേ ഇതൊക്കെ മാറുന്നത്. അപ്പോൾ ടി ആണ് ഇവിടുത്തെ പാരാമീറ്റർ. ഓക്കെ, ഇനി റീപാരാമീറ്ററൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. റീപാരാമീറ്ററൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരാമീറ്ററിനെ നമ്മൾ മാറ്റുക. മാറ്റുമ്പോൾ വെറുതെ അങ്ങ് മാറ്റാനൊന്നും പറ്റില്ല, അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ഡിസ്കസ് ചെയ്യുന്നത് ഒരൊറ്റ പോസിബിലിറ്റി മാത്രമാണ്, റീപാരാമീറ്ററൈസേഷൻ വിത്ത് ആർക്ക് ലെങ്ത്. അപ്പൊ ഈ ടി കണ്ടോ, ഈ ടിക്ക് പകരം ഇനി മുതൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ആർക്ക് ലെങ്ത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കണ്ട ലെങ്ത് ഓഫ് ദ കർവ് എസ് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ തിയറി കൂടുതൽ പറയുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഒരു എക്സാമ്പിൾ പറയായിരിക്കും. നമുക്ക് തൊട്ട് മുമ്പ് കണ്ട സർക്കുലർ ഹെലിക്സിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്തായിരുന്നു അത്? ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos t i plus 2 sin t j plus t k. ഓക്കെ, ഇതിന്റെ ആർക്ക് ലെങ്ത് കണ്ടപ്പോൾ നമുക്ക് എന്താ കിട്ടി? എസ് ഓഫ് ടി ഈക്വൽ ടു √5t. ഇനി ഇതിന്റെ ഇതിന്റെ പാരാമീറ്റർ ടീനെ മാറ്റി എസിനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ എസിനെ ടീനെ എസിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? നോക്കൂ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ടി ഈക്വൽ ടു എസ് ബൈ √5. എസ് എന്ന് പറഞ്ഞാൽ എസ് ഓഫ് ടി ഉണ്ട്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. എസ് എന്ന് വെച്ചാൽ എസ് ഓഫ് ടി ആണ്, അത് ഓർക്കുക. അപ്പോൾ എനിക്ക് ടി ഈക്വൽ ടു എസ് ബൈ √5 എന്ന് എഴുതാം. അപ്പോൾ ആ കിട്ടിയ വാല്യൂ എസ് ബൈ √5 എന്ത് ചെയ്യാൻ പറ്റും? ഈ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായി? ആർ ഓഫ് എസ് ബൈ √5, അല്ലെങ്കിൽ ഇവിടെ എസ് ബൈ √5 കാണുന്നില്ല, എന്നാൽ എഴുതിയാലും കുഴപ്പമില്ല, കാരണം ഇവിടെ √5 ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. √5 ഒരു ചേഞ്ചിങ് ക്വാണ്ടിറ്റി അല്ല, ഇവിടെ ചേഞ്ച് ചെയ്യുന്ന എസ് മാത്രമാണ്. ഇവിടെ നമ്മൾ ഏത് പാരാമീറ്റർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആർ ഓഫ് എസ് എഴുതിയാലും മതി, കുഴപ്പമില്ല. സോ ആർ ഓഫ് എസ് ഈക്വൽ ടു 2 cos ടി അല്ലേ ഇവിടെ? ടിക്ക് പകരം എന്തായി? എസ് ബൈ √5 i plus 2 sin എസ് ബൈ √5 j പ്ലസ് എസ് ബൈ √5. കാരണം എന്താ? ആ ടി എന്തായി പോയി? എസ് ബൈ √5 ആയിപ്പോയി കെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ √5 എഴുതുക? ഇവിടെ √5 എഴുതിയാലും കുഴപ്പമില്ല, √5 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വേരിയബിളിനെ വെറുതെ മെൻഷൻ ചെയ്യാതെ ഇവിടെ ഏതാണ് വേരിയിങ് ക്വാണ്ടിറ്റി എന്നുള്ളത് പറയാണ്. എസ് ബൈ √5 ആണെങ്കിലും അതിൽ മാറ്റം വരാനുള്ള സാധ്യത ഉള്ളത് എസ്സിൽ മാത്രമാണല്ലോ. √5 ഒരു കോൺസ്റ്റന്റ് അല്ലേ. സോ അത് എഴുതിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. സോ ആർ ഓഫ് എസ് ഈക്വൽ ടു 2 cos എസ് ബൈ √5 i പ്ലസ് 2 sin എസ് ബൈ √5 j പ്ലസ് എസ് ബൈ √5 k. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സക്സസ്ഫുൾ ആയിട്ട് ഈ തന്ന ഫംഗ്ഷനെ വേറൊരു പാരാമീറ്ററിലേക്ക് റീപാരാമീറ്ററൈസ് ചെയ്തു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? റീപാരാമീറ്ററൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്തിനാ ഇങ്ങനെ റീപാരാമീറ്ററൈസ് ചെയ്യുന്നത്? ഒരുപാട് ഗുണങ്ങളുണ്ട്. റീപാരാമീറ്ററൈസ് ചെയ്യുമ്പോൾ സിംപ്ലർ ഫോമിലേക്ക് പോകുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതേ ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് റീപാരാമീറ്ററൈസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഗുണമുണ്ട്.
അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് റീപാരാമീറ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ടാൻജന്റ് വെക്ടർ ഉണ്ടല്ലോ, നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഇത് ടാൻജന്റ് വെക്ടർ ആയിരിക്കുന്നത്, ആ ഫംഗ്ഷൻ്റെ ടാൻജന്റ് വെക്ടർ എപ്പോഴും ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഇവിടെ നമ്മൾ എസ് അല്ല ഉപയോഗിക്കുന്നത്, ആ ഫംഗ്ഷൻ്റെ ടാൻജന്റ് വെക്ടറിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം നോക്കി നോക്കൂ, 1 ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇങ്ങനെ ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് റീപാരാമീറ്ററൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം.